നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള 10 രൂപ മാത്രം വിലയുള്ള ഒരു സ്റ്റോക്കാണ് പി സി ജുവലർ ലിമിറ്റഡ്. പി സി ജുവലർ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 20% നെഗറ്റീവ് റിട്ടേൺ നൽകുകയും ഏകദേശം 52 വീക്ക് ലോയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. പി സി ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മികച്ച പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിന് നാളെ ഫോക്കസ് ചെയ്യേണ്ടത്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 31% വർദ്ധിച്ച് 145 കോടിയിൽ നിന്ന് 190 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 37% വർദ്ധിച്ച് 639 കോടിയിൽ നിന്നും 875 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. എബിറ്റ 80% വർദ്ധിച്ച് 112 കോടിയിൽ നിന്നും 201 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 17.5% നിന്നും 23% ഉയരുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 146 കോടിയിൽ നിന്ന് 189 കോടിയിലേക്ക് ഉയർന്നു. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റിപ്പോർട്ടഡ് റവന്യൂ 57% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 2426 കോടിയിലേക്കെത്തി. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 58% വർദ്ധിച്ച് 557 കോടിയിലേക്ക് എത്തുകയും കഴിഞ്ഞ 9 മാസത്തെ നെറ്റ് പ്രോഫിറ്റ് 483 കോടിയിൽ നിന്നും 562 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കൂടാതെ കമ്പനി ഡെപ്റ്റ് ഫ്രീ ആകാനുള്ള ശ്രമത്തിലാണ്. ഏകദേശം 68%-ഓളമുള്ള ടോട്ടൽ ഡെപ്റ്റിൻ്റെ 68%-ഓളം കമ്പനി ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 2026 മാർച്ച് മാസത്തിൽ പ്രിഫറൻഷ്യൽ വാറൻറ്റ് വഴി കമ്പനി ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചു. വരുന്ന 1.5 വർഷത്തിനുള്ളിൽ 100 പുതിയ ഫ്രാഞ്ചൈസി ഷോറൂമുകൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബിസിനസ് എക്സ്പാൻഷൻ സ്ട്രാറ്റജിയും കമ്പനിക്ക് മുന്നിലുണ്ട്. ഇവിടെ പുതിയ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശ് ഗവൺമെൻറ്റുമായി ചേർന്ന് CM യുവ സ്കീം വഴി കമ്പനി ഒരു പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലും മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിലും നാളെ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 9 രൂപ 50 പൈസയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇവിടെ നിന്നും സ്റ്റോക്ക് 11, 12, 12 രൂപ 50 പൈസ, ഈവൻ 15 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റിയുണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് മെട്രോ ബ്രാൻഡ് ലിമിറ്റഡ്. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് മെട്രോ ബ്രാൻഡും കാഴ്ചവെച്ചത്. കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും ഉണ്ടായ വർധനവും ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാകുമെന്നുള്ള മാർക്കറ്റിൻ്റെ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിലും സ്റ്റോക്ക് ഇന്ന് 5%-ഓളം ഉയർന്ന് 1070 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 30,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 82, ഡിവിഡൻഡ് ഈൽഡ് 0.47%. മെട്രോ ബ്രാൻഡ് എന്ന സ്റ്റോക്ക് മെട്രോ ബ്രാൻഡിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 35% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 94 കോടിയിൽ നിന്നും 128 കോടിയിലേക്കെത്തി. കമ്പനിയുടെ റവന്യൂ 15% വർദ്ധിച്ച് 703 കോടിയിൽ നിന്നും 811 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഫെസ്റ്റീവ് വെഡ്ഡിംഗ് സീസണിൽ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡും ഫുഡ്വെയറിന് മുകളിലുള്ള GST കുറഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ പെർഫോമൻസ് ഉയർന്നത്. കഴിഞ്ഞ 9 മന്തിലെ പെർഫോമൻസ് നോക്കിയാൽ റവന്യൂ 12% വർദ്ധിക്കുകയും എബിറ്റ 18% വർദ്ധിച്ച് 224 കോടിയിൽ നിന്നും 265 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 31.9% നിന്നും 32.7% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇ കൊമേഴ്സ് ചാനൽ ബിസിനസ്സിലും കമ്പനി 24%-ഓളം വളർച്ച കൈവരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മൾട്ടി ബ്രാൻഡ് സ്പോർട്സ് പെർഫോമൻസ് റീറ്റെയിൽ കൺസെപ്റ്റ് കമ്പനി ഇൻഡോർ, ഡെറാഡൂൺ, ജോധ്പൂർ തുടങ്ങിയ സിറ്റികളിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. കമ്പനി ഏകദേശം 6-ലധികം ഫുഡ് ലോക്കർ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി വരും സമയങ്ങളിൽ, അതായത് 2026 ഫിനാൻഷ്യൽ ഇയറിലെ Q4 മുൻപേ 2 മുതൽ 3-ലധികം എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകളും കമ്പനി ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ 15% റവന്യൂ ഗ്രോത്തോടുകൂടി സ്ട്രോങ് മൊമെൻറ്റമാണ് കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ മെട്രോ ബ്രാൻഡ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. സ്റ്റോക്ക് സപ്പോർട്ടിന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 1100 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 1200, 1300 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. 1000 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 1000-അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വേണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.